എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരാഴ്ച ചെന്നൈയിലെ ഹാരിസൺ ഹോട്ടലിലെ താമസത്തിന് ശേഷം ഇനി നമ്മൾ പാലക്കാടേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷമാണ് നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഹാരിസൺ ഹോട്ടലിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. രപ്തിസാഗർ എക്സ്പ്രസ്സിലാണ് നമ്മൾ പാലക്കാടേക്ക് പോകുന്നത്. 10 മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിൻ വരുന്നത്. അങ്ങനെ നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. ഇതാണ് പുരച്ചി തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ 8 മണിയൊക്കെ ആയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കാണ് കാണാൻ സാധിച്ചത്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം നമ്പർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 8:30 ആയപ്പോഴേക്കാണ് പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് രപ്തിസാഗർ എക്സ്പ്രസ് വരുന്നത്. ഇതിൽ നമ്മൾ സെക്കൻഡ് ക്ലാസ് AC ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ ട്രെയിനിലേക്ക് നമ്മൾ കയറുകയാണ്. ഡോറ് തുറന്നു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ പുറകിലായിട്ട് തന്നെയായിരുന്നു നമ്മുടെ സീറ്റ് ഉണ്ടായിരുന്നത്. അവിടെ 2 ബെഡ്ഷീറ്റും അതുപോലെ തന്നെ ബ്ലാങ്കറ്റും ഒരു പില്ലോ ആണ് വെച്ചിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ടെങ്കിലും കൂടിയിട്ട് ട്രെയിനിൽ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ട്രെയിൻ യാത്രയാണ് ആസ്വദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇനി 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിൻ യാത്രയാണ് ചെന്നൈയിൽ നിന്നും പാലക്കാടേക്കുള്ളത്. അങ്ങനെ നമുക്ക് പ്രകൃതിയുടെ പച്ചപ്പും ഹരിതാപവും പാടങ്ങളും എല്ലാം കണ്ടുകൊണ്ടുള്ള നല്ലൊരു യാത്രയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൃഷ്ണഗിരിയിലൂടെയാണ് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ തിരുപ്പൂരാണ് എത്തിയിരിക്കുന്നത്. പോകുന്ന വഴിയിൽ തന്നെ നമുക്കൊരു അമ്പലമൊക്കെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത് റായപുരം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്.
നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും അവിനാശിയിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ഇറുക്കൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എല്ലാം സ്ലോ ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ 5 മണിയൊക്കെ ആവാറായപ്പോഴേക്കും കോയമ്പത്തൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാമനാഥപുരത്താണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മധുക്കരയാണ് എത്തിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള വിഷ്വൽസാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതാണ് കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇനി അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഒലവക്കോടാണ്. അവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മുടെ ഗോരഖ്പൂർ കൊച്ചുവേളി എക്സ്പ്രസ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഒലവക്കോട് നിന്നും ഓട്ടോയിലാണ് ഇനി വീട്ടിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.